അടുത്തതായി സംസാരിക്കുന്നതിന് ബെന്നിമട്ടി ഈ എന്താ പറയുക PJ ആൻ്റണി അവാർഡ് എന്നൊരു സംവിധാനം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കുത്തിയിറക്കി കൊടുത്ത ഒരു വ്യക്തിയുണ്ട്. ഈ ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് നടപ്പിലാക്കുന്നതിന് മുൻപ് ഞാൻ ആദ്യം വിളിച്ച പേര് ചാക്കോ മാഷിനെയാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ അവസാനം ഞങ്ങൾ ബെന്നിയാണ്ണെ കാട്ടി കൊടുക്കും. ബെന്നിയാട്ട ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അതൊന്നാകും നോക്കണം, അപ്പോൾ വെട്ട് തുമ്പ് കോമിക്കുണ്ടെങ്കിൽ അതൊക്കെ ആദ്യം കണ്ടുപിടിക്കാറ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളില്ലാതെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്രയും വലിയൊരു പ്രവർത്തനത്തിന് ഉനിഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സഹായിക്കാനും മുൻപിൽ നിർത്തി ഒരു കാരണവരെ സ്ഥാനം കൊടുത്ത് ഞങ്ങൾ ചാക്കോ മാഷിനെയാണ് കൊണ്ട് നടന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 2 വാക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുത്തില്ലെങ്കിൽ അത് ഞങ്ങൾ ബെന്നിയാനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കൊലപാതകമാവും. അപ്പോൾ അദ്ദേഹത്തെ ഹാർദമായി 2 വാക്ക് സംസാരിക്കാൻ വിളിക്കണേ. സുഹൃത്തുക്കളെ, നമ്മൾ അനുസ്മരണം, സമാദരണം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ദാർശനിക തലം ഒന്ന് ആലോചിച്ചു. ബിന്നി ഇമ്മട്ടിക്ക് എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ 2 കാര്യങ്ങൾ പറയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ ആയിട്ട് വന്ന ആളുകളെ പൊതുവേദിയിൽ ആരും അനുസ്മരിക്കാറില്ല, ആദരിക്കാറുമില്ല. സമൂഹത്തിലെ ക്രിമിനലിസം ഉള്ള ആളുകളെ അവരുടെ ഒരു രഹസ്യ സർക്കിളിൽ മാത്രമാണ് കൈയടിച്ച് ആഹ്ലാദിക്കുകയുള്ളൂ. പബ്ലിക്കിൻ്റെ മുൻപിൽ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന കാര്യങ്ങൾ ചെയ്ത മനുഷ്യരെ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഫൗണ്ടേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മാത്രമാണ് പബ്ലിക്കിൻ്റെ മുമ്പിൽ അനുസ്മരിക്കുന്നത്, ആദരിക്കുന്നത്. എല്ലാ പ്രസ്ഥാനങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു മാനദണ്ഡം ശ്രദ്ധിച്ചാൽ മതി. 30 സമിതികളുടെ അല്ലെങ്കിൽ സംഘടനകളുടെ മേൽനോട്ടമാണ് ഈ 61 വയസ്സിനുള്ളിൽ ഒരു 10-40 വർഷം കൊണ്ട് ചെയ്തു കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം 5-6 മീറ്റിങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് ഓടിക്കൊണ്ടേയിരിക്കുന്നൊരു മനുഷ്യനായിരുന്നു. അതിനകത്ത് വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന ഘടകം എന്നുള്ള രീതിയിൽ അതിനെ കെട്ടി ഉയർത്തുന്നതിൽ സ്ഥാപക നേതാവെന്ന് എല്ലാവരും പറയുന്നത് ഒരു ഘടകം. ഒപ്പം തന്നെ സ്പോർട്സായിട്ട് ബന്ധപ്പെട്ട്, ഗെയിംസായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഒപ്പം ഡോക്യുമെൻ്ററി, ഷോർട്ട് ഫിലിം മുതലുള്ള മേഖലകളും തനിക്ക് അന്യമല്ല. കാരണം അദ്ദേഹം വെറും ഒരു വ്യാപാരി മാത്രം, വ്യാപാരി വ്യവസായി മാത്രം എന്നുള്ള പരദൂഷണങ്ങളും നെഗറ്റീവ് കമൻറ്റുകളും അതിജീവിക്കാൻ ഈ ബിന്നിമട്ടിയുടെ ചെറുപ്പത്തിലെ ഗിറ്റാർ പഠിക്കാനായിട്ട് ചെറുപ്പത്തിൽ എന്നോട് പേഴ്സണലി പറഞ്ഞാണ്, നിങ്ങളുടെ കൂട്ടുകാരോടും പറഞ്ഞതായിരിക്കും. അങ്ങനെ ശ്രമിച്ച് അതിന് മുന്നോട്ട് പോകാൻ പറ്റാതിരുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു മ്യൂസിക് സെൻസ്, അതുപോലെ തന്നെ സിനിമകൾ കണ്ടില്ലെങ്കിൽ കാണാനായിട്ട് സമയം കിട്ടാറില്ലെങ്കിലും മികച്ച സിനിമകളെക്കുറിച്ച് എവിടെ നിന്നെങ്കിലുമൊക്കെ ചെറിയ ക്യൂകൾ എടുക്കുകയാണ്. അങ്ങനെ വരുന്നൊരു ബിന്നിമട്ടിയുണ്ട്. ആ ബിന്നിമട്ടീനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലോർക്കുന്നത്. ഡോക്യുമെൻ്ററി എന്ന് പറയുമ്പോൾ മാളവികം പോലെയുള്ള 92 മിനിറ്റ് മാളവിക അനിൽകുമാർ സ്റ്റാർ സിംഗർ വിൻ ചെയ്ത എൻ്റെ വൈഫ് പഠിപ്പിച്ച കുട്ടികളാണ് അവരൊക്കെ. ഉടനെ ആൾ ഏറ്റെടുത്തു, അത് നീ ഒറ്റയ്ക്ക് നേരിട്ടുണ്ടോ, ഞാനത് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് കൂച്ചുവിലങ്ങ് ചെയ്തിരിക്കുന്ന ആനകളുടെ വേദന, ആനകളുടെ പീഡനം, ആ ഒരു ഡോക്യുമെൻ്ററി ചെയ്തു വെച്ചിരിക്കുന്നു. നെക്സ്റ്റ് പോലെയുള്ള ഷോർട്ട് ഫിലിം സുനിൽ സുഗതയൊക്കെ അഭിനയിച്ചു. അപ്പോൾ ഷോർട്ട് ഫിലിം മേഖലകളിലും കൂച്ചുവിലങ്ങ് പോലുള്ള ഡോക്യുമെൻ്ററികളുടെ അകത്തുകൂടെ വന്ന് നമ്മൾ മാളവിക ഏറ്റെടുക്കുന്നു. പിന്നാലെ ഞാനൊരു 12 വർഷത്തെ പരിചയമുള്ളൂ ശരിക്കും പറഞ്ഞാൽ. 2012 മുതൽ എന്ന് പറയാം മരിക്കുന്നവരുള്ള ബന്ധം എന്ന് പറയുന്നത്. പാർട്ടോണോ ഫിലിംസ് എന്ന് പറയുന്നത് 2008 ഫോം ചെയ്ത് നാടകരചന, പിന്നീട് ഡോക്യുമെൻ്ററി ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് രാവണി മാഷ വിളിച്ചിട്ടാണ് ആൾ എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ഇന്ന് ഇവിടെ വരേണ്ടതായിരുന്നു കവി രാവണി. ഡോക്യുമെൻ്ററിയുടെ ഒരു എമൗണ്ട് കൊടുക്കാൻ ചാക്കോടിയൻ ദിക്കാടിൻ്റെ ഒരു അഭ്യർത്ഥനയുണ്ട്, എന്താ ചെയ്യേണ്ട രാവണി? ഒരാൾ ഉടനെ പോസിറ്റീവായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നീടുള്ള കൊല്ലങ്ങളിൽ അതിൻ്റെ ചിട്ടയായിട്ടുള്ള, കാരണം ഓഫീസ് സിസ്റ്റത്തിൽ സുമിത പോലുള്ളവരും ഒരുപാട് വെൽ പ്ലാൻഡാണ്. ഞാൻ എവിടെയെങ്കിലും ഒന്ന് ലൂസാവുന്നുണ്ടെങ്കിൽ ഉടനെ ആൾ ടൈറ്റാക്കും. കൃത്യമായിട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇതിന് സമയം നിങ്ങൾ അതിന് ഇന്ന ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം, ഇന്ന റൈറ്റിംഗ്, ഇങ്ങനെ ടൈപ്പിംഗ് ചെയ്യണം, ഫുൾ അതിലാണ്. നമ്മൾ ഈ ആർട്ടിസ്റ്റുകളാകുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഓഫായൊക്കെ പോകും, കുറച്ച് കുത്തഴിഞ്ഞ് പോയാലും കുഴപ്പമൊന്നുമില്ല, ശരിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്ന നേരത്തെ പുള്ളി വിജിലൻ്റാണ്. അങ്ങനെ വന്ന് 10 വർഷത്തോളം പ്രതിഭ അവാർഡായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും ഡോക്യുമെൻ്ററി അവാർഡും അതിൻ്റെ ഒപ്പം നിൽക്കുകയാണ്.
നമുക്ക് എന്തൊരു കരുത്താണ് ഭരത് പി ജി ആന്റണിയെ കുറിച്ച്. ഈ കൊച്ചിക്കാർക്ക് അറിയാമെങ്കിലും കേരളക്കാർക്ക് അറിയാമെങ്കിലും തൃശ്ശൂർക്കാർക്ക് വളരെ കുറച്ച് അറിയുമായിരുന്നുള്ളൂ. നമ്മളത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു അരിയങ്ങാടിയിൽ ഓഫീസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു കേന്ദ്രീകൃതമായിട്ടുള്ള സംഭവം വരും. പെട്ടെന്നുള്ള മരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ പറഞ്ഞ ഓവർലോഡിൻ്റെ ആയിരിക്കാം. മനുഷ്യർ റെസ്റ്റ് ഇല്ലാതെ വരുന്നതിൻ്റെ ഓവർലോഡ് വരുന്ന സ്ട്രെസ്സ് പല രീതിയിൽ സംഭവിക്കാം. പക്ഷേ ഓരോ പൂവ് വിടരുന്നത് 4 മണിപ്പൂവും 10 മണിപ്പൂവും സൂര്യകാന്തിയും എല്ലാവരും സൂര്യകാന്തി ആവണമെന്നില്ല. എല്ലാത്തിനും അതിൻ്റെ സൗന്ദര്യമുണ്ട്. ചെറുതിനും വലുതിനും ആയുസ്സിൻ്റെ ചെറുതും വലുതും എന്നുള്ളതല്ല, എന്ത് ചെയ്തു എന്നുള്ളതാണ്. ആ ചെയ്തത് മാത്രമാണ് കർമ്മമായിട്ട് നിൽക്കുന്നത്. ഇതിലെഴുതി വെച്ചിരിക്കുന്ന എല്ലാം സംഘടനകളും അങ്ങനെ തന്നെയാണ്. ഞാൻ ഈ ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ ഉള്ള ഫേസ്ബുക്കിലേക്ക് പോയപ്പോൾ എത്രയോ പരിപാടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നത്. ഒരു 10 ഡോക്യുമെൻ്ററി ചെയ്യാവുന്ന മെറ്റീരിയൽ ഉണ്ട് ആളുടെ ലൈഫിൽ. അതിന് ചെറിയൊരു സാധനമാണ് 42 മിനിറ്റ് നമ്മൾ പെട്ടെന്ന് എഡിറ്റ് ചെയ്തുകൂടെ കാണിച്ചത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കുട്ടികൾ, പുതിയ തലമുറ ശ്രദ്ധിക്കണം. ഈ സമാദരിക്കപ്പെടുന്ന ഇന്ന് അനുമോദിക്കുന്ന കുട്ടികളിൽ ആരൊക്കെയാണ് ഭാവിയിൽ കലാരംഗത്ത് ദേശീയ അവാർഡ് ഇൻ്റർനാഷണൽ അവാർഡ് മേടിക്കുകയെന്ന് പറയാൻ പറ്റില്ല. അതിനുള്ള പ്രചോദനമാണ് നമ്മൾ കൊടുക്കുന്നത്. സേക്രഡ് ഹാർട്ടിനെ ഞാൻ പണ്ടേ അറിയാം. സേക്രഡ് ഹാർട്ടിനെ നാടകം ചെയ്യുന്ന ജിനീഷും അവരുടെ ഈ സജീവൻ മുരിയാട് രചനകളും 10-12 വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. അത്ര ഗംഭീരമായ, അതുകൊണ്ടാണ് ആ സ്കൂളിൽ നമ്മൾ ആദ്യം സജസ്റ്റ് ചെയ്തത്. പാലക്കാട് എടുത്താൽ ഗുരുകുലം അതുപോലെ തന്നെയാണ്, തൃശ്ശൂർ എടുത്ത സേക്രഡ് ഹാർട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പെട്ടെന്ന് നമ്മുടെ മെമ്മറിയിൽ വരുന്ന അത്രയും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഈ ബിന്നിയുള്ളപ്പോൾ തന്നെ ഒരു വർഷം ഈ സേക്രഡ് ഹാർട്ടിനെ അങ്ങനെ തന്നെ ഈ തൃശ്ശൂർ ജില്ലയുടെ എല്ലാ കുട്ടികളെയും ഫസ്റ്റ് കിട്ടിയ എല്ലാവരെയും നമ്മൾ സ്നേഹസംഗമം തൊട്ട് ആദരിച്ചിട്ടുണ്ട്. ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ നടത്തിയിട്ടുണ്ട്. പാട്രോൺ ഓഫ് ഫിലിംസിൽ സംഗമ സാംസ്കാരിക വേദിയുടെ ഒക്കെ പേരിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹത്തായ ഒരു മാതൃകയാണ്, ഒരു മാനദണ്ഡമാണ്. ഹൗ ടു ബി പോപ്പുലർ എന്ന് പറഞ്ഞ് തിക്കും തിരക്കും ബഹളം ഉണ്ടാക്കി വൈറലാവലല്ല. 1.5 ദിവസം കൊണ്ട് വൈറലാവാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. ഹാർഡ് വർക്ക് ചെയ്ത് ബേസിക്കായിട്ട് ഒരുപാട് സംഘടനകളും അതിൻ്റെ ഡിസിപ്ലിനായിട്ട് ചെയ്ത് വന്നുകൊണ്ട് ചരിത്രമായി മാറുന്ന ഒരു രീതിയുണ്ട്. അത് ബിന്നിമട്ടി പോലെയുള്ളവരെ തന്നെ പഠിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഫൗണ്ടേഷൻ ഫോം ചെയ്യാൻ വെയിറ്റ് ചെയ്ത കാരണമാണ് 2023 15ാമത് അവാർഡ് പി ജി ആന്റണി ദേശീയ അവാർഡാണ് കൊടുക്കുന്നത്. ജയരാജ് പുതുമുടം മുതലുള്ളവരൊക്കെ അത് വാങ്ങിയിട്ടുള്ളതാണ്. കലാമണ്ഡലം ക്ഷമ ടീച്ചറാണ് അന്ന് ഉദ്ഘാടനിച്ചത്. പക്ഷേ ഈ ഫൗണ്ടേഷൻ ഫോം ചെയ്യാനായിട്ട് നമ്മൾ എടുത്തതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പ്ലാശ്ശേരിയും ഇവരൊക്കെ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം അനുസ്മരണം, നമുക്കൊരു മാനസിക വിഷമം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഹാപ്പി ആയിട്ടുള്ള മരണത്തെ പോലും കളിയാക്കി സംസാരിക്കുന്ന വളരെ ഹ്യൂമർ സെൻസിലൊരു മനുഷ്യനാണ് ബിന്നിമട്ടി. ഞാനും മോനും ഒക്കെ വന്നിരുന്ന ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ റിഫ്രഷ്ഡ് ആയിരിക്കും. ഒരു ചെറുനാരങ്ങ മുറിച്ച പോലെ അല്ലെങ്കിൽ മൂസമ്പി മുറിച്ച പോലെയാണ് ഒരു മനുഷ്യൻ. എന്ത് പ്രശ്നത്തിനിടയിലും വന്നാൽ ചെയർമിന് 2 വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസകരമായ ക്രിറ്റിസിസം വരും. ചിരിച്ചുകൊണ്ട് ക്രിട്ടിസൈസ് ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ വലിഞ്ഞ മുറുക്കി ക്രിട്ടിസൈസ് ചെയ്യല്ല, ഹാപ്പി ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. ഭയങ്കര മനുഷ്യ നന്മയുള്ളൊരു മനുഷ്യന് മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. ആ ഹ്യൂമർ സെൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വിമർശിക്കും. ഒന്നും നാളേക്ക് വെക്കില്ല, ഇന്ന് പറയാനുള്ളത് ഇന്ന് പറഞ്ഞു പോകും. അങ്ങനെ പറയുന്നൊരു സൗഹൃദ ബന്ധമുണ്ട്. പ്ലാശ്ശേരിക്കോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെയുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം. അത്ര ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. എന്ത് പ്രോജക്റ്റും പറയാം. അങ്ങനെയാണ് പ്രിയനന്ദനൻ ഫെസ്റ്റിവൽ ഡയറക്ടർ ആവുന്ന, രാവണി മാഷ് ചെയർമാനാവും. നമ്മൾ മുന്നോട്ട് പോകും. നമ്മൾ ഇനി മുന്നോട്ട് പോകും. പി ജെ ഫൗണ്ടേഷൻ ആണ് ഇതുവരെ ബിന്നിമട്ടി രക്ഷാധികാരിയാണെങ്കിൽ 16ാമത് അവാർഡിനെ നമ്മൾ ഓഗസ്റ്റ് 1-ാം തീയതി ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. 16ാമത് അവാർഡ് എന്നുള്ള രീതിയിൽ ഒക്ടോബർ 2 വരെ നാടകരചന, ഡോക്യുമെൻ്ററി, ഷോർട്ട് ഫിലിം ഇൻവൈറ്റ് ചെയ്യും. ബിന്നിമട്ടി ഫൗണ്ടേഷനാണ് ഇന്ന് ഈ ബ്രോഷറിൽ ഇനി രക്ഷാധികാരിയുടെ സ്ഥാനത്ത്. ബിന്നി ഇമ്മട്ടിക്ക് പകരം ബിന്നിമട്ടി ഫൗണ്ടേഷനായിട്ട് വരും. ഞാൻ മുന്നോട്ട് പോകാനായിട്ട് പറയുന്നത് ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെയാണ്. കൂടുതൽ മോർ ക്രിയേറ്റീവ്. അത് മാത്രമേ കാലത്തിൽ നിൽക്കുകയുള്ളൂ. സുമിത പറയാറുണ്ട്, ബിന്നിമട്ടി വന്നിട്ട് പറയും, ആ ഇരിക്കുന്ന മൊമെൻറ്റോകളൊക്കെ എനിക്ക് കിട്ടിയത്, ഞാൻ പോയാൽ അതൊക്കെ അവിടെ ഉണ്ടാവും. ഞാൻ 10-50 ആൽബംസ് കണ്ടു. അവിടെ ഒരുപാട് ചരിത്രരേഖ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ. ചെയ്തതാണ്. നേരത്തെ പറഞ്ഞ പോലെ ക്രൈമല്ല, ക്രിയേറ്റീവ്, നോട്ട് ക്രൈം. ക്രിയേറ്റീവായി ചെയ്തതാണ് ചരിത്രവും. അതൊരു പാഠമായിരിക്കുക. നമ്മൾ മുന്നോട്ട് പോകും. വി ഷാൽ ഓവർകം എന്ന് പറഞ്ഞുകൊണ്ട് സഖാവ് ബിന്നിമട്ടിക്ക് അഭിവാദ്യങ്ങൾ തന്നെ അവർ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ക്ഷണിക്കപ്പെട്ട ഇതിനകത്ത് പ്രിയൻ ഇന്നലെ വരെ മിനിഞ്ഞാന്ന് പെട്ടെന്നൊരു കോളുകാരനാണ്, അല്ലെങ്കിൽ ഉറപ്പായിരുന്നു. ശശിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ നിർദ്ദേശിക്കുന്ന അനിലൊക്കെ ആയിട്ട് എല്ലാവരും ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ പോയിട്ടിരുന്നത്. അതുകൊണ്ട് തൃശ്ശൂരുള്ള മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഉണ്ട് എന്ന് തിരിച്ചറിയുകയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, താങ്ക് യു.
സേക്രഡ് ഹാർട്ട്സ് സ്കൂൾ തൃശൂർ സ്റ്റേറ്റ് കലോത്സവം